ദാനിയേലിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. എപ്പോൾ ദൈവസന്നിധിയിൽ ദാനിയേൽ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു, അപ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി. പക്ഷേ ദൂതൻ ഇറങ്ങിയെങ്കിലും ദൂതൻ എവിടെ എത്താൻ സാധിച്ചില്ല? ദാനിയേലിൻ്റെ അടുത്ത് എത്താൻ സാധിച്ചില്ല. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ദേശത്തിൻ്റെ ആധിപത്യം, ദേശത്തിൻ്റെ അധിപതി എന്നെ തടഞ്ഞു. അങ്ങനെ തടഞ്ഞതുകൊണ്ട് സമയത്ത് എനിക്ക് നിൻ്റെ അടുത്ത് എത്താൻ സാധിച്ചില്ല. എന്നാൽ എന്നെ സഹായിക്കാൻ ദൂതൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ ദേശാധിപതിയെ ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് നിൻ്റെ അടുത്തേക്ക് വന്നു. നീ എപ്പോൾ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ, അപ്പോൾ തന്നെ ദൈവം എന്ത് ചെയ്തു? തൻ്റെ ദൂതനെ ഇവിടേക്ക് അയച്ചു. പക്ഷേ ആ സംരക്ഷണത്തിന്, ആ വിടുതലിന്, ആ വീണ്ടെടുപ്പിന് ഇവിടേക്ക് വരാൻ പറ്റാത്ത വണ്ണം സാത്താൻ എന്ത് ചെയ്തു? ആ ദേശത്തിൻ്റെ അധിപതി അവനെ ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥ ഇതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സമയത്ത് നടക്കാത്തതിൻ്റെ കാരണം ചിലപ്പോൾ അതായിരിക്കും. ഇത് ഏതാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. എല്ലാ കാരണവും സാത്താൻ്റെ തലയിൽ വെച്ചിട്ട് നമ്മൾ കൈ ഒഴിയരുത്. സാത്താനെ നീ എടുത്തോ, സകല പരിപാടി നീ എടുത്തോ, നീയാണ് ഇതിൻ്റെ എല്ലാം കാരണം എന്ന് പറഞ്ഞാൽ അവൻ്റെ തലയിൽ വെച്ചിട്ട് കാര്യമില്ല. എല്ലാം അവൻ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ കണ്ടെത്തണം എന്തുകൊണ്ട്, എവിടെ, എപ്പോഴാണ് ഈ പ്രശ്നം നമ്മുടെ മേൽ വരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. എൻ്റെ ഒരു സഹോദരൻ, എൻ്റെ ഒരു ആത്മീയ സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ ചില കാലങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടിയിട്ട്, ദൈവവചനത്തിന് വേണ്ടിയിട്ട് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലായി വർഷങ്ങൾക്ക് ശേഷം ദൈവം അവനെ ഉയർത്തി അനുഗ്രഹിച്ച് മറ്റൊരു ദേശത്തേക്ക് കൊണ്ടുപോയി. പക്ഷേ ആ ദേശത്ത് ചെന്നിട്ടും ചില തടസ്സങ്ങൾ, ചില വിസയുടെ പ്രോസസ്സിങ് തടസ്സങ്ങൾ, ബാക്കിയെല്ലാം ഓക്കെയാണ്. അതായത് അവൻ്റെ വിവാഹം നടന്നു, വിദേശ രാജ്യത്തേക്ക് അവനെ ദൈവം കൊണ്ടുപോകുന്നുള്ള വാഗ്ദത്തം നടന്നു, വിദേശ രാജ്യത്ത് ചെന്നു, എല്ലാ മേഖലകളിലും അനുഗ്രഹങ്ങൾ. കുഞ്ഞിന് തടസ്സം ഉണ്ടായിരുന്നു, കുഞ്ഞ് ലഭിച്ചു. ഇങ്ങനെ പലവിധ അനുഗ്രഹങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വന്നു. പക്ഷേ എപ്പോഴും എല്ലാത്തിനും ഒരു ബ്ലോക്ക്. അപ്പോൾ ആ സമയത്ത്, അങ്ങനെ ഒരു ബ്ലോക്ക് വരുന്ന സമയത്ത് പ്രിയപ്പെട്ട ഷിബൂറിൻ്റെ അടുത്ത് അഡ്വൈസ് തേടി. അങ്ങനെ അഡ്വൈസ് തേടി കഴിഞ്ഞപ്പം ബ്രദർ പറഞ്ഞു, എടാ എന്തോ ഒരു ക്ലെയിം നിൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട്. സാത്താൻ ഇപ്പോഴും നമ്മൾ വിസയുടെ കാര്യത്തിലും നിൻ്റെ ഉയർച്ചയുടെ അനുഗ്രഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അപ്പോഴും സാത്താൻ ക്ലെയിം ചെയ്യുന്ന എന്തോ ഒരു വസ്തുവോടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ബ്രദറെ 10-13 വർഷം കഴിഞ്ഞു, 14-ാമത്തെ വർഷത്തിലാണ് നടപ്പ്. വീട് പല പ്രാവശ്യം ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്, പല പ്രാവശ്യം ഞങ്ങൾ അടിച്ചു തൂത്തിട്ടുണ്ട്, പല പ്രാവശ്യം ഞങ്ങൾ കുറേ കത്തിച്ചിട്ടുണ്ട്. ഇനിയും പഴയ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഒരു പരിധി വരെ ഞങ്ങളെല്ലാം കണ്ടുപിടിച്ച് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനി എന്തും ഉണ്ടാവുക, അങ്ങനെ സാധ്യതയില്ലെന്ന് പറഞ്ഞു. പക്ഷെ ബ്രദർ ഉറപ്പായിട്ടും പറഞ്ഞു, ഇല്ല, സാത്താൻ ക്ലെയിം ചെയ്യുന്നൊരു വസ്തുവുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഈ കർത്താവിൻ്റെ കൂടെ നടക്കുന്നവരെപ്പോഴും ഉപയോഗിക്കുന്നൊരു വചനമുണ്ട്, ആകയാൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നവന് ശിക്ഷാവിധിയില്ല, യേശുക്രിസ്തുവിൻ്റെ ജീവാത്മാവിൻ്റെ നിയമം പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും സകല ബന്ധനങ്ങളിൽ നിന്ന് അവനെ വിടുവിച്ചിരിക്കുന്നു. ഇനി ക്രിസ്തുവിലായിരിക്കുന്നവൻ, ദൈവത്തിൽ വിശ്വസിച്ച് ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നവന് ഇനി എന്ത് ശിക്ഷാവിധി? അവനെ ക്ലെയിം ചെയ്യുന്ന എന്ത് സംഭവമുള്ളത്? പിശാച് എന്ത് സംഭവം അവനെ വെച്ചിട്ട് ക്ലെയിം ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ട്. പക്ഷെ ബ്രദർ ശക്തമായിട്ട് പറഞ്ഞു, അങ്ങനെയല്ല, അത് ഞാൻ കാണുന്നത് ചാത്തൻ സേവയുമായി ബന്ധപ്പെട്ട ചില മേഖലകളാണെന്ന് പറഞ്ഞു. അങ്ങനെ പോയ എന്തോ ഒരു വസ്തു നിൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട്, നീ ഇപ്പോൾ ഒന്നിനും പരിശോധിക്കാൻ പറയാം. അവനാണെങ്കിൽ ന്യൂസിലാൻഡിലിരിക്കുക, ഇവിടെ വന്ന് പരിശോധിക്കാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പരിശോധിക്കാനായിട്ട് ഇവിടെയുള്ള സഹോദരങ്ങളും മാതാപിതാക്കളും അവരെല്ലാവരും കൂടി പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവസാനം കണ്ടെത്തുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ പണ്ട് എത്രയോ 18 വർഷം മുമ്പ് ഇവിടെ നാട്ടിലായിരുന്നപ്പം ഒരു ബിസിനസ് ചെയ്തിരുന്നു. ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അന്ന് ചെയ്ത ചില ബിസിനസ് ഉയരാൻ വേണ്ടിയിട്ട് ചെയ്തു പോയ ചില സംഭവങ്ങൾ, അത് ചാത്തൻ സേവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അതിൻ്റെ ചില രസീതുകൾ, പേപ്പറുകൾ, ചില സംഭവങ്ങൾ, അവിടെ നിന്നുള്ള കുറേ കാര്യങ്ങൾ. നമ്മുടെ ഈ ബെർത്തുകളുണ്ടല്ലോ, സാധാരണ നമ്മുടെ വീടിലൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ തള്ളി ഇടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണല്ലോ ബെർത്ത്, അതുപോലെ കട്ടിലിൻ്റെ അടിയിലുള്ള സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പണ്ട് ഇവൻ വീക്കിയിട്ടിരിക്കുന്നത് പല പ്രാവശ്യം ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ പല സാധനങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് ഈ സാധനം കണ്ടില്ല. അങ്ങനെ അവസാന തട്ടിൽ ഇത് ക്ലീൻ ചെയ്ത് മുഴുവനെടുത്ത് യേശുവിൻ്റെ നാമത്തിൽ അതിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കത്തിച്ചു. അത് കത്തിച്ച് കഴിഞ്ഞപ്പം സംഭവം മാറ്റം വന്നു. അത് കത്തിച്ചതിൻ്റെ പിറ്റേ ദിവസം അവളുടെ വിസ അപ്രൂവലായി വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ വിസ വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ വിസയും വന്നു. എല്ലാ തടസ്സവും അവിടെ അഴിഞ്ഞു. ദൈവം പെട്ടെന്ന് പ്രവർത്തിക്കുന്നതാണ് പിന്നെ നമ്മൾ കാണാൻ തുടങ്ങി. അപ്പോൾ ബ്രദർ പറഞ്ഞു, കണ്ടോ മോനെ, എടാ ചില ബന്ധനങ്ങളുടെ അവസ്ഥ അതാ, ചില കെട്ടുകൾ അങ്ങനെയാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ വീട് ഇപ്പം നിങ്ങളെല്ലാവരും, ഇത് പറയുമ്പോൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങളെല്ലാവരും വീട് പൂട്ടിയിട്ടല്ല പോന്നിരിക്കുന്നേ, അല്ലേ? അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഉണ്ട്? വീട്ടിൽ ആരും ഇല്ലാത്തവർ പൂട്ടിയിട്ടല്ലേ, അല്ലേ? ലോക്ക് ചെയ്തിട്ടല്ലേ പോന്നേ? കറക്റ്റ് ലോക്കായോ?
ഉറപ്പണോ? സംശയമുണ്ടോ? ലോക്കായോ? ഇനി ലോക്ക് ചെയ്യാൻ മറന്നോ? താക്കോല് മാത്രം എടുത്ത് കൈ പിടിച്ചോ? ടെൻഷൻ ഉണ്ടാവും. നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ വീണ്ടും ടെൻഷനാവും. കാർ ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? നമ്മളിത് ലോക്ക് ചെയ്യാൻ മറന്നാൽ എന്ത് സംഭവിക്കും? ഒരു പക്ഷേ ആർക്കും അതിൻ്റെ അകത്ത് കയറാം അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം അടുക്കളയിൽ എൻ്റെ വൈഫ് മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുക, മീൻ മുറിച്ചുകൊണ്ടിരിക്കുക. അപ്പം മീൻ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ വന്നു നോക്കി കഴിഞ്ഞപ്പം ഇവള് നിൽക്കുന്നതിൻ്റെ സൈഡിൽ ഒരു അതിഥി, നമ്മുടെ വീട്ടിലല്ല പുറത്തെവിടുന്നോ ഉള്ളൊരു അതിഥി ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുക. അപ്പം ഇവൻ നോക്കുന്നത് ഇവളൊന്ന് മാറിയിട്ട് വേണം ലെവനെ തട്ടാൻ വേണ്ടിയിട്ട്. വേറെ ആരുമല്ല, ഒരു ചെറിയ പൂച്ച. ഞങ്ങളുടെ വീട്ടിലല്ല, അപ്പുറത്തെ വീട്ടിൽ എവിടത്തെയോ ഒരു പൂച്ച. പുള്ളി ഇങ്ങനെ, ഇവള് കാണത്തില്ല, ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുക. ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയിട്ട് സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ ചിലപ്പോൾ കുഞ്ഞ് കരയാം, അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വരാം. പൂച്ചയ്ക്ക് വളരെ വിദഗ്ധമായിട്ട് അറിയാം ഇവൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മാറിയിട്ട് വേണം ജമ്പ് ചെയ്ത് സാധനം എടുക്കാൻ. ഞാൻ നേരെ ചെന്നിട്ട് എന്നെ കണ്ടപ്പോൾ തന്നെ പുള്ളി പുറത്തോട്ട് പോയി. ഞാൻ പോയി വാതിലടച്ചു. ഇവൻ വരാനുള്ള വാതിൽ ഞാൻ എന്ത് ചെയ്തു? അടച്ചു, ലോക്ക് ചെയ്തു. നമ്മളെപ്പോഴും ചെയ്യേണ്ട, അതായത് നമ്മളായി വാതിൽ തുറന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാത്താൻ എന്ത് ചെയ്യും? അകത്ത് പ്രവേശിക്കും. അവൻ അകത്തിരുന്നാൽ നമ്മൾ അറിയത്തില്ല. അവൻ നമ്മുടെ തകർച്ചയുടെ കാരണമായി മാറുക തന്നെ ചെയ്യും. അത് ശക്തമായി പല മേഖലകളിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10-35 വർഷമായിട്ട് പ്രിയപ്പെട്ട ഷിബു ബ്രദർ തൻ്റെ ശുശ്രൂഷയിൽ പലവിധ അനുഭവങ്ങളിലൂടെ ഞാൻ പല കേസുകളും, ഈ ബ്രദർ പല കഥകളും പറയും, പല കാര്യങ്ങളൊക്കെ പറയുമ്പം ചിലത് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ്. നമുക്ക് നോർമൽ പേഴ്സണ് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇപ്പം ഇന്ന് എന്നെ ഒരു സഹോദരി വിളിച്ചിരുന്നു. അപ്പം എന്നെ സഹോദരി വിളിച്ചിട്ട് ആ സ്ത്രീ പറഞ്ഞൊരു കാര്യം, അതായത് 10-20 വർഷം മുൻപ് ബ്രദറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. 20 വർഷങ്ങൾക്ക് മുൻപ് ഷിബു ബ്രദറിൻ്റെ കൂടെ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യം, ബ്രദർ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ സംഭവം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് ബ്രദർ ആ സംഭവത്തിൻ്റെ അനുഭവത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ബ്രദറിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കും, ഇതൊക്കെ ശരിയായിരിക്കുമോ? ബ്രദർ ചുമ്മാ വചനത്തിനൊരു ബൂസ്റ്റപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ തള്ളുന്നതായിരിക്കും. കാരണം കേൾക്കുന്നവർക്കൊരു രസമൊക്കെ വേണ്ടേ, ഒരു സുഖമൊക്കെ വേണ്ടേ. ഇതിനു വേണ്ടി കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ, കുറച്ചല്പം അല്ലേ, നമ്മൾ സാധാരണ നമ്മൾ പറയുന്ന കാര്യത്തിന് ഒരല്പം സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരല്പം കേൾക്കുന്നവനൊരു സുഖം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ തള്ളുന്നതായിരിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ. പക്ഷേ പിന്നീട് പല സന്ദർഭങ്ങളിൽ ഒരു 20 വർഷം, 25 വർഷം, 30 വർഷമൊക്കെ ബ്രദറിൻ്റെ കൂടെ പണ്ടുണ്ടായിരുന്ന വ്യക്തികൾ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ധ്യാനത്തിന് വരികയും ചില കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ ഇവർ അത് സാക്ഷ്യപ്പെടുത്തുക, ശരിയാ അന്ന് ഞാൻ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം നമുക്കത് പിന്നെ അവിശ്വസിക്കാൻ പറ്റത്തില്ല. അത് വിശ്വസിച്ചേ തരമുള്ളൂ. സ്പിരിറ്റിനെ കുറിച്ച് എനിക്കും പല കാര്യത്തിൽ പല സംശയങ്ങളാണ്. പക്ഷേ ഈ കഴിഞ്ഞ വർഷങ്ങളിലൂടെ നടന്നു പോയി കഴിഞ്ഞപ്പോൾ പല കാര്യത്തിൽ എനിക്കും അനുഭവം വന്നു. ഞാൻ ബ്രദറിൻ്റെ കൂടെ ഒരു സ്ഥലത്ത് ഇതുപോലെ തന്നെ ഒരു പിശാചിൻ്റെ ആവാസമുള്ള ഒരു ഭവനത്തിൽ ഡെലിവറൻസിന് രാത്രിയാണ് പോകുന്നത്. അപ്പം ഞാൻ പലപ്പോഴും അന്ന് ശക്തമായി പ്രാർത്ഥിച്ചൊരു കാര്യമാണ്, സ്പിരിറ്റിൻ്റെ ആവാസം ഈ ഭവനത്തിലുണ്ടെങ്കിൽ വളരെ വ്യക്തമായി എനിക്കത് വെളിപ്പെടണം. ബ്രദർ പറഞ്ഞു, പ്രാർത്ഥിച്ചു, അത് പോയി. ഇതൊന്നും നടപടിയല്ല. ഞാൻ ഇവിടം മുതൽ ഇറങ്ങിയപ്പോൾ തുടങ്ങി കർത്താവിൻ്റെ സന്നിധിയിൽ വെക്കുന്ന കാര്യമാണ്, സ്പിരിറ്റിൻ്റെ ആവാസം ഉണ്ടെങ്കിൽ എനിക്കത് വ്യക്തമായി കാണണം, എനിക്കത് വ്യക്തമായി മനസ്സിലാക്കണം. ഞാൻ അവിടെ കണ്ട അനുഭവം ഇതാണ്. ഞാൻ നോക്കുമ്പം ഈ വീടിൻ്റെ സൈഡിൽ നിന്നും ഒരു വ്യക്തി, ഇങ്ങനെ ഒരു മനുഷ്യൻ, നല്ല ശരീരം, നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തി മുകളിൽ നിന്ന് താഴേക്ക് ചാടിയാൽ എന്ത് സംഭവിക്കും, അതുപോലെയുള്ളൊരു ശബ്ദം ഞാൻ കേൾക്കുക. ഞാൻ നോക്കിയപ്പോൾ എന്നാ ഇവനെ കണ്ടിട്ടേ കാര്യമുള്ളൂ, പോയി പരിചയപ്പെട്ട് വിശേഷമൊക്കെ പറഞ്ഞ് എന്നാണ്ട് സുഖമാണെന്ന് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. ആ മതിൽ ഞാനെടുത്ത് ചാടി, ഞാൻ വിട്ടില്ല, ഞാനെടുത്ത് ചാടി ഞാനതിൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി. എനിക്ക് കറക്റ്റ് കാണാൻ പറ്റും ഒരു രൂപം, പക്ഷെ അത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഒരു ഇരുണ്ട രൂപം നമ്മുടെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. ഒരു വ്യക്തി നടന്നു പോകുന്ന അതേ കാലൊച്ച എനിക്ക് കേൾക്കാം. ഞാനതിൻ്റെ പിന്നാലെ നടന്നു. അങ്ങനെ നടന്ന് കൃത്യമായി കറങ്ങി വന്നൊരവസ്ഥയുണ്ട്. ഞാൻ ഒരു കറങ്ങി വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇപ്പുറത്തെ കൂടെ പോയി അപ്പുറത്തെ പറമ്പിൽ കൂടെ ചാടി ഇങ്ങനെ വന്നു കഴിയുമ്പം ഈ വീടിൻ്റെ പട്ടിക്കൂടിൻ്റെ അവിടേക്ക് ഈ സംഭവം നടന്നു പോകുന്നത് എനിക്ക് കാണാം. അവിടം വരെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ ശക്തമായി പട്ടി കുരയ്ക്കുന്നു. അതിനുശേഷം പിന്നീട് അപ്പോൾ ബ്രദർ ഓൾറെഡി അപ്പുറത്ത് ആ സ്പിരിറ്റിനെ സെയിമായിട്ട് കാണുന്നു. ഇങ്ങനെ അതിനുശേഷം ബീഡിയുടെ മണം, എനിക്കാണെങ്കിൽ ഈ ബീഡിയുടെയും സിഗരറ്റിൻ്റെ മണം പെട്ടെന്ന് മനസ്സിലാവും. സൈഡിൽ കൂടെ പോയാൽ മനസ്സിലാവും. കാരണം പണ്ട് നന്നായിട്ട് സിഗരറ്റും ബീഡിയും വലിച്ചുകൊണ്ടിരുന്നതാണ്. അതിനുശേഷം ഇത് ഭയങ്കര ഇറിറ്റേഷനായി.
എവിടെ നിന്നൊരു ചെറിയ മണം കേട്ടാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. താഴെ ഇപ്പം എൻ്റെ വീടിൻ്റെ താഴത്തെ ചേട്ടൻ ബീഡി വലിക്കുകയാണെങ്കിലും ഞാൻ മുകളിലിരുന്ന് ആ വാർക്കയുടെ മുകളിലിരുന്ന് പ്രെയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് താഴെ നിന്ന് ആ ബീഡിയുടെ കുത്തിൻ്റെ മണം ഇങ്ങനെ കിട്ടും. അപ്പോൾ ഞാൻ ആലോചിക്കും ഷോ എന്ന് പറയും. പക്ഷേ പണ്ട് നമുക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ ഈ ബീഡിയുടെ മണം തുടങ്ങി, ആ വ്യക്തിയുടെ പേര് തുടങ്ങി, ഒരുപാട് കാര്യങ്ങൾ. അന്നത്തെ ആ സംഭവത്തിന് ദൃക്സാക്ഷിയായിട്ടുള്ള ഒരാൾ ഇന്ന് ഈ ഹോളിലുണ്ട്, ആ ഒരു വ്യക്തി ഇവിടെ ഉണ്ട് കൃത്യമായിട്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ കൂടെ ഉണ്ടായതാണ്. കാരണം ഈ മണവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഒരുപാട് അനുഭവങ്ങളിലൂടെ വർഷങ്ങൾക്ക് മുൻപ് ആ വീട്ടിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ ആ വീട്ടിലുണ്ടായിരുന്ന വ്യക്തിയും അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട സ്പിരിറ്റും ഇതിൻ്റെ കൃത്യമായ ഡീറ്റെയിലുകൾ ബ്രദർ കൃത്യമായ മെസ്സേജുകളിലൂടെ കർത്താവ് വെളിപ്പെടുത്തുമ്പം, അപ്പം ഇതൊക്കെ അനുഭവങ്ങളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി സ്പിരിറ്റ് ഉണ്ട്, സാത്താൻ്റെ ശക്തി അത് റിയാലിറ്റിയാണ് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കാനും അത് അനുഭവിക്കാനും തുടങ്ങി. ഈ കഴിഞ്ഞ ക്യാമ്പിന് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? കോട്ടയത്ത് ഈ കഴിഞ്ഞ ക്യാമ്പിനുള്ള ഓക്കെ കുറച്ച് പേരുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ക്യാമ്പിന് ഒരു പയ്യൻ സാക്ഷ്യം പറഞ്ഞൊരു സംഭവം എന്നോട് പേഴ്സണലി പറഞ്ഞൊരു കാര്യമാണ്. അവനാണെങ്കിൽ വിദേശ രാജ്യത്ത് സാത്താൻ സേവയ്ക്ക് പോയൊരു മകനാണ്, സാത്താൻ സേവയ്ക്ക് പോയൊരു വ്യക്തിയാണ്. മാത്രമല്ല അവൻ അഭിമാനത്തോടെ എന്നോട് പറഞ്ഞത്, ഞാൻ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഒരു 4 കോടി രൂപ നശിപ്പിച്ചിട്ടാണ് ചേട്ടാ ഇവിടെ വന്നേക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് പറയാൻ അഭിമാനമാണോ? ഭയങ്കര സന്തോഷമായിട്ട് അവൻ പറയാം, എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഒരു 4 കോടി രൂപ മുടിപ്പിച്ച് നശിപ്പിച്ചിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് പറയാം. ഞാൻ പറഞ്ഞു, ചേട്ടാ നിനക്കൊരു കുറ്റബോധമില്ലേ? ഈ 4 കോടി തന്നെയല്ലേ, 4 ലക്ഷം എന്നൊന്നുമല്ലെന്ന് നീ പറഞ്ഞേ. അല്ല ചേട്ടാ 4 കോടി കറക്റ്റാന്ന് പറഞ്ഞേ. ഞാൻ ചോദിച്ചു, നീ എന്താ എത്ര അഭിമാനത്തോടെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, അവർക്ക് പണത്തിൻ്റെ ഇത്തിരി ഹുങ്കുള്ളതാണ്, ഞാൻ ജനിച്ചപ്പോൾ തുടങ്ങി ഞാനിത് കാണുന്നതാണ്, എനിക്കും സമാധാനമായിട്ടില്ല, കുറച്ചുകൂടി നശിപ്പിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നശിപ്പിക്കണം എന്ന ആ ഒരു കുത്തലുമില്ല, ഒരു മനസാക്ഷിയില്ലാത്ത രീതിയിലാണ് അവൻ പറയുന്നത്. പക്ഷെ ഇതെല്ലാം പറഞ്ഞ് ഇതിന് ശേഷം അടുത്ത ദിവസം 2ാമത്തെ ദിവസം ഇതേ സംഭവം തന്നെ ഇവനോട് സംസാരിച്ചു, ഇവനോട് കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഇവനെ കൗൺസിലിങ് സാരോപദേശത്തിന് വിധേയമാക്കി കഴിഞ്ഞപ്പം ഇവൻ ആദ്യത്തെ ദിവസം പറഞ്ഞത്, ഇതൊക്കെ വെറും പ്രഹസനമായിട്ടാ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ പ്രവർത്തിക്കുന്നു, സാത്താനെ ശാസിക്കുന്നു, ഞാനിത് കുറേ കണ്ടിട്ടുണ്ട്, ഇതൊക്കെ ചുമ്മാ വെറുതെ പുള്ളകളി, വെറുതെ കളി തമാശ, ഇതിനപ്പുറത്തോട്ടൊന്നുമില്ല. ഇതിന് ശേഷം ആദ്യത്തെ ദിവസം അവൻ്റെ ചിന്ത ഇതൊക്കെ തന്നെയാണ്. ശിവബ്രദർ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ബീം ബ്രദർ പ്രാർത്ഥിക്കും, ആരവിടെ എന്ത് സംഭവിക്കുമ്പോഴും ഇതൊക്കെ പുള്ളകളെ ചുമ്മാ തമാശ, വെറുതെ നിങ്ങൾ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട്. അവൻ എന്നിട്ട് പറഞ്ഞൊരു സാധനമുണ്ട്, അതായത് എൻ്റെ വീട്ടിൽ ഇട്ട് മൂടാനുള്ള പണമുണ്ട്, 4 കോടി രൂപ അന്തസ്സായിട്ട് നശിപ്പിച്ചിട്ട് ഞാനിവിടെ വന്നേക്കുന്നത്, നിങ്ങൾക്ക് അന്നേപ്പത്തിന് കാശില്ല, അതുകൊണ്ട് ഇതൊക്കെ കാണിച്ചേ പറ്റൂ, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പൊടിക്കൈ കാണിച്ച് നിങ്ങൾക്ക് ജീവിക്കണം, അതിനപ്പുറത്തോട്ട് വേറെ വഴിയൊന്നുമില്ല. ഞാൻ പറഞ്ഞു, മോനടാ നല്ല അന്തസ്സായിട്ട് പണിയെടുക്കാനുള്ള ആരോഗ്യമുണ്ട്, ദൈവം അനുഗ്രഹിച്ച് അത്യാവശ്യം നല്ല ജോലിയുണ്ട്, ഇതൊന്നും കാണിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. ഇനി സത്യം പറഞ്ഞാൽ അന്ന് ജീവിച്ചതിനേക്കാൾ, അതായത് ഞാൻ അധ്വാനിച്ചു കൊണ്ടിരുന്ന സമയമുണ്ട്, നല്ല രീതിയിൽ അധ്വാനിച്ചു കൊണ്ടിരുന്ന, ഇന്നും അധ്വാനത്തിന് കുറവൊന്നുമില്ല, അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ ഇന്ന് കർത്താവിൻ്റെ വേല കഴിഞ്ഞിട്ടുള്ള അധ്വാനമാണ്. അതായത് ഇന്ന് 1ാം സ്ഥാനം ക്രിസ്തുവിൻ്റെ കാര്യത്തിനാണ്, ദൈവവേലയ്ക്കാണ്. പക്ഷെ മറ്റൊരു കാലത്ത് അധ്വാനത്തിന് മാത്രം വില കൊടുത്തിരുന്നൊരു കാലഘട്ടമുണ്ട്. അന്ന് അധ്വാനിച്ചതിൻ്റെ പകുതിയൊക്കെ ഇന്ന് മാസ വരുമാനമുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, പണ്ട് ഇതിൻ്റെയൊക്കെ 5 ഇരട്ടി മാസ വരുമാനം ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിക്കണമെങ്കിൽ, ലക്ഷറി ആയിട്ട് ജീവിക്കണമെങ്കിൽ എനിക്ക് ജീവിക്കാം, അതൊന്നും പ്രശ്നമല്ല. ഇതൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ അവൻ ഇതെല്ലാം ആദ്യത്തെ ദിവസം പറഞ്ഞ് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് 2ാമത്തെ ദിവസം രാത്രി ഒരു 10-11 മണിയായി കഴിഞ്ഞപ്പം ഇവൻ വന്നിരുന്നു, ഒരു 1-1.5 മണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞൊരു അനുഭവമുണ്ട്. ചേട്ടാ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം എന്താ, ഇന്നലെ വരെ എൻ്റെ വിശ്വാസം ഇതായിരുന്നു, ദൈവമൊന്നുമില്ല, നിങ്ങളൊക്കെ വെറുതെ അഭ്യാസം കളിക്കുന്നതാ. പക്ഷേ ഇന്ന് ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, കാരണം ഞാൻ ദൈവത്തെ അനുഭവിച്ചിട്ടില്ല, ദൈവത്തെ കണ്ടിട്ടില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, പിശാചുണ്ട്, സാത്താനുണ്ട്. കാരണം ഇന്നത്തെ ഡെലിവറൻസിൽ ഞാൻ അവനെ വ്യക്തമായി കണ്ടു, ഞാൻ അവനെ വ്യക്തമായി മനസ്സിലാക്കി, പിശാചുണ്ട്. ഇനി എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സാത്താനുണ്ടെങ്കിൽ ദൈവമുണ്ട്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതെന്ത് വിശ്വാസമാണ്? ആദ്യം നമുക്ക് വരുന്നൊരു പ്രത്യാശ ദൈവം ഉണ്ടെന്നുള്ളൊരു പ്രത്യാശയാണ്. പക്ഷെ ഇവൻ നേരെ തിരിച്ചാ, അതായത് ഇവൻ റിവേഴ്സ് വണ്ടി ഓടിക്കുക, എല്ലാം പുറകോട്ടാ ഓടിച്ചു തുടങ്ങുന്നത്. പിശാചുണ്ട്. സംഭവം വേറെ ഒന്നുമില്ല, അന്നത്തെ ഡെലിവറൻസിൽ ഒരു വലിയൊരു കാര്യം സംഭവിച്ചു. ഒരു പെൺകുട്ടി, ഒരു 19 വയസ്സ് 20 വയസ്സുള്ളൊരു പെൺകൊച്ച്, നിങ്ങൾ കണ്ടവർക്ക് നിങ്ങൾക്ക് അറിയാം. പുറകിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവള് ഭയങ്കര വയലൻ്റ് ആയിരുന്നു. പെട്ടെന്ന് വയലൻ്റായി. ഒരു നരന്ത് പോലെ ഇരിക്കുന്ന ഒരു പെങ്കൊച്ചാണ്, പാവം പെങ്കൊച്ചോട്ടോ. ആ പെങ്കൊച്ചിന് സത്യം പറഞ്ഞാൽ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയാണ്. പക്ഷെ അവളുടെ ഭവനത്തേക്ക് സ്പിരിറ്റ് നശിപ്പിക്കുന്ന, തകർത്തിടുന്ന ഒരവസ്ഥയാണ് ഞങ്ങളവിടെ കണ്ടത്. ആ കുട്ടിയെ അല്ല നമ്മൾ കാണുന്നത്, പകരം ആ കുട്ടിയിൽ പ്രവർത്തിക്കുന്ന, ആ കുട്ടിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സ്പിരിറ്റിനെയാണ് നമ്മളവിടെ കാണേണ്ടത്. ഈ പിശാച്
ഇതിനെ തകർത്തിട്ടിരിക്കുക. മരിക്കണം, 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 ആത്മഹത്യ ചെയ്യണം, കൊല്ലണം, എല്ലാവരെയും കൊല്ലണം. ഇതാണ് ഇതിൻ്റെ മേൽ പ്രവർത്തിക്കുന്ന സ്പിരിറ്റിൻ്റെ ശക്തി, രീതി അതാണ്. അപ്പോൾ ഈ സ്പിരിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ, 6 പേര് ഒരുമിച്ച് ഈ കൊച്ചിനെ പിടിച്ചിട്ട്, ഇത് ഇത്ര ഉള്ളൂ കേട്ടോ, ഒരു കുഞ്ഞു കൊച്ച്, ചെറിയൊരു കൊച്ച്, പക്ഷെ 6 പേര് ഒരുമിച്ച് പിടിച്ചിട്ട് 6 പേരെയും തട്ടിത്തെറിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ആരോഗ്യം. അപ്പോൾ അത് ആ കൊച്ചിൻ്റെ ആരോഗ്യമല്ല, പിന്നെ ആരുടെ ആരോഗ്യ? പിശാചിൻ്റെ ആരോഗ്യം. ഇത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഹോളി വാട്ടർ, ഈ സ്പിരിറ്റിനെ ശാസിച്ച് ഹോളി വാട്ടർ അടിച്ചു കഴിഞ്ഞപ്പം പ്രേക്ഷിതരുടെ അടുത്ത് പറഞ്ഞു, ഇനി വിട്ടോളാൻ പറഞ്ഞു. കാരണം 6 പേര് പിടിച്ചിട്ട് നടക്കുന്നില്ല, പക്ഷെ കർത്താവിൻ്റെ ശക്തിക്ക് ഇതിനെ കീഴടക്കാൻ പറ്റും എന്നെനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ചിട്ട് ഞാൻ പറഞ്ഞു വിട്ടോളാൻ പറഞ്ഞു. പിന്നെ ഈ കൊച്ച് തമിഴ് പറയാൻ തുടങ്ങി. തമിഴ് എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലുവൻ്റായിട്ട്, അതിൽ മധുര തമിഴൊക്കെ ഉണ്ടല്ലോ, ചെന്തമിഴ് എന്നൊക്കെ പറയും, നല്ല പ്യുവറായിട്ട് തമിഴ് പറയാം. അപ്പോൾ ഹോളിലിരിക്കുന്ന എല്ലാവരും ഇത് കേൾക്കുന്നുണ്ട്. ആരാധന നടക്കുകയാണ്, വർഷിപ്പ് ശക്തമായിട്ട് നടക്കുകയാണ്. എന്നാൽ ആ സ്പീക്കറിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ കുറഞ്ഞു തുടങ്ങിയപ്പം ഈ കൊച്ചിൻ്റെ തമിഴ് കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാവുക, തമിഴ് ശക്തമായിട്ട്. അപ്പോൾ ഇത് ഒരുപാട് നേരം, ഒത്തിരി നേരം ഇങ്ങനെ പറഞ്ഞു. ഏകദേശം ഒരു അരമണിക്കൂറോടത്തോളം ആ ഒരു സെക്ഷൻ ഡെലിവറൻസ് തന്നെ ശക്തമായി ദൈവം പ്രവർത്തിക്കുന്ന ഒരു മേഖല ഞങ്ങളവിടെ കണ്ടത്. ഒരുപാട് കാര്യങ്ങൾ, അതായത് ബ്രദറിലൂടെ ഈ സ്പിരിറ്റിനെ സ്പീക്ക് ഔട്ട് ചെയ്ത് സംസാരിച്ചപ്പം സ്പിരിറ്റ് എന്തൊക്കെ കെണികളാണ് ആ ഭവനത്തിൽ വെച്ചിരിക്കുന്നത്, എന്തൊക്കെ നാശങ്ങളാണ് ഈ ഭവനത്തിൽ വെക്കാൻ സ്പിരിറ്റ് നടത്തിയിരിക്കുന്നത്, ഇതിനു മുൻപ് എന്തൊക്കെ പ്രവർത്തിച്ചു, ആക്സിഡൻറ്റ് നടത്തിയ കാര്യങ്ങൾ, അതിൻ്റെ A to Z കാര്യങ്ങൾ, എങ്ങനെ എപ്പോൾ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത് തുടങ്ങി പല കാര്യങ്ങൾ സ്പിരിറ്റ് അവിടെ ഓപ്പണായി സംസാരിക്കാൻ തുടങ്ങി. ഇതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിച്ചു, ഡെലിവറി ചെയ്തു, പിശാചിനെ പുറത്താക്കി. പിശാച് പുറത്തു പോയി കഴിഞ്ഞപ്പം പിന്നെ ഈ കൊച്ചു മലയാളം പറയുന്നു. പെട്ടെന്ന് ഇത് റിയാക്ഷൻ മാറി, ഇതിൻ്റെ ഫേസ് മാറി, ഇതിൻ്റെ രീതി മാറി. എന്താ അവിടെ സംഭവിച്ചത്? കൊച്ചിന് അറിയത്തില്ല എന്താ സംഭവിച്ചത്, യാതൊരു ഐഡിയ ഇല്ല. ഈ കൊച്ചിൻ്റെ മാതാവ് അവിടെ ഉണ്ട്. അമ്മേനെ വിളിച്ചു ചോദിച്ചു, കൊച്ചു നന്നായിട്ട് തമിഴ് പറയുമല്ലേ? അമ്മ പറഞ്ഞു, ഞാൻ ഇന്നവരെ കേട്ടിട്ടില്ല തമിഴ് പറയുന്നത്. ഇവള് തമിഴ്നാട്ടിൽ പോയിട്ടില്ല, തമിഴ് പോയിട്ട് തമിഴിലെ ഒരു വാക്ക് പോലും ഇവർക്ക് അറിയില്ല, മലയാളം മാത്രമേ ഈ കുഞ്ഞിനറിയുള്ളൂ. ഒരൊറ്റ വാക്ക് പോലും തമിഴ് അറിയാത്ത കുഞ്ഞ് വളരെ പ്യുവറായി തമിഴ് സംസാരിക്കുന്നു. എത്ര പേരുണ്ട് അതിൻ്റെ സാക്ഷികൾ? ഇത് കേട്ടവർ എത്ര പേരുണ്ട്? ഇനി കേൾക്കാത്തവർ വെറുതെ ഒന്ന് കറങ്ങി നോക്കിക്കോ, എത്ര പേരുണ്ടെന്നുള്ളത് നോക്കിക്കോ. ഓക്കെ, ഇവരെല്ലാവരും കേട്ടവരാ. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, സ്പിരിറ്റ് എന്ത് ചെയ്യും? ഒരു കുടുംബത്തെ നശിപ്പിക്കും, തകർക്കും. ഇത് ഇവൻ കണ്ടു, ഇവന് ദൃക്സാക്ഷിയായി. ഇവൻ ആരെ കണ്ടിട്ടില്ല? ദൈവത്തെ അവൻ കണ്ടിട്ടില്ല, ദൈവത്തെ അനുഭവിച്ചിട്ടില്ല, ദൈവവുമായിട്ട് ഇവന് യാതൊരുവിധ ബന്ധമില്ല. അപ്പൻ്റെ അമ്മയുടെ 4 കോടി നശിപ്പിച്ചിട്ട് അന്തസ്സായി വന്നു എന്ന് പറഞ്ഞവൻ 2ാമത്തെ ദിവസം രാത്രി ഞങ്ങളോട് പറയുകയാണ്, പിശാചിനെ ഞാൻ കണ്ടു, പിശാചിൻ്റെ പ്രവൃത്തി ഞാൻ കണ്ടു, അവൻ്റെ രീതി ഞാൻ കണ്ടു. അങ്ങനെ ഇവിടെ സംഭവിക്കണമെങ്കിൽ അതിൻ്റെ ശാസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മാറ്റം വന്നെങ്കിൽ ചേട്ടാ ദൈവമുണ്ട്, ഉറപ്പാ. ദൈവത്തെയും ഞാൻ ഇപ്പൊ ഭയക്കുന്നു. പിന്നീട് അങ്ങോട്ട് 3ാമത്തെ ദിവസം അവൻ ആരാധിക്കാൻ തുടങ്ങി, അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ശക്തമായി ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മൾ കാണാൻ തുടങ്ങി. ഇങ്ങനെ അവൻ്റെ രീതികളിൽ വലിയ മാറ്റം വരാൻ തുടങ്ങി. ഞാൻ ഇതുവരെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, അതായത് നമ്മളൊക്കെ അന്ധമായി വിശ്വസിക്കുന്നവരല്ല, പ്രാക്ടിക്കലി പല കാര്യങ്ങളെയും അറിഞ്ഞ് അനുഭവിച്ച് വിശ്വസിക്കുന്നവരാണ്. കാരണം നമ്മൾ ആരുടെ മക്കളാ? തോമാസ് ലീഹയുടെ മക്കളാണ് അല്ലേ? കേരള മലയാളി നമ്മൾ വിശ്വാസികളൊക്കെ തോമാസ് ലീഹയുടെ മക്കളാണ്. ആര് തന്നെ ആയിക്കട്ടെ, ഇപ്പോൾ കത്തോലിക്കരായാലും യാക്കോബായക്കാരായാലും ഓർത്തഡോക്സ് ആയാലും കേരളത്തിൽ ആദ്യമായി വന്നു എന്ന് പറയുന്ന, ഇനി വരാതിരിക്കുകയോ ചെയ്യട്ടെ, ചരിത്രങ്ങൾ പലതും പറയുന്നുണ്ട്, പല കോൺട്രവേഴ്സ് ആയിട്ടുള്ള കുറേ വിഷയങ്ങളുണ്ട്, അതിലേക്കൊന്നും നമ്മൾ കടന്നു പോകില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കണ്ടു വിശ്വസിക്കുന്നവരാ, അനുഭവിച്ച് വിശ്വസിക്കുന്നവരാ. 2 കൊരിന്തോസ് അതിൻ്റെ 1-ാം അധ്യായം 3-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്തി അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്നും അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. വല്ലത് മനസ്സിലായോ? വല്ലത് മനസ്സിലായോ? പൗലോസ് അപ്പോസ്തലൻ്റെ രീതി, 1-ാമത്തെ സെൻറ്റൻസ് കുറച്ച് വലുതായിരിക്കും, ഈ സെൻറ്റൻസിലെ ആശയങ്ങൾ കുറച്ചുകൂടി വലുതായിരിക്കും, പരിശുദ്ധാത്മാവ് ഇതിന് കൊടുക്കുന്ന അർത്ഥവ്യതിയാനങ്ങൾ അതിനപ്പുറമായിരിക്കും. ഇത് മനസ്സിലാക്കാൻ കുറച്ച് പാടുമാണ്. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ മനസ്സിലാക്കുക. നിങ്ങൾ എന്തെങ്കിലും കഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ
ഇന്നിപ്പോൾ ഈ ഹാളിൽ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും സാമ്പത്തികമായി, നിങ്ങളുടെ ഭൗതികമായ ഏതെങ്കിലും മേഖലകളിൽ, നിങ്ങളുടെ ആത്മീയമായ മേഖലകളിലോ രോഗാവസ്ഥകളിലോ കടബാധ്യതകളിലോ ഇനി വിവാഹ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലോ നിങ്ങളൊക്കെ എന്തെങ്കിലും പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങളെ ആശ്വസിപ്പിക്കേണ്ടതിന് നിങ്ങളുടെ അനുഭവം ഞങ്ങൾക്കുണ്ടാവും. മനസ്സിലായോ? ഓക്കെ, ഒരു ഉദാഹരണം ഒന്നും കൂടി എടുത്തു പറയാം. ബൈജു ചേട്ടൻ സാമ്പത്തികമായി പ്രതിസന്ധിയിലാണെന്ന് വെക്കുക. ആണല്ലോ, അല്ല അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, നമുക്കറിയാലോ. ഈ പ്രശ്നങ്ങൾ ബൈജു ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ പ്രശ്നം പറയുക, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് ബ്രദറെ, ഞാൻ സ്വർണ്ണ കരണ്ടിയിൽ തിന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മോശ പണ്ട് ഫറവോയുടെ ഭവനത്തിലായിരുന്നപ്പം, മോശ ജീവിച്ചിരുന്ന അവസ്ഥയിൽ ഫറവോയുടെ ഭവനത്തിലായിരുന്നപ്പോഴുള്ള ഒരു രീതിയാണ് എനിക്കെങ്കിൽ നിങ്ങളിത് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവത്തില്ല. നിങ്ങളുടെ രോഗാവസ്ഥ എനിക്ക് മനസ്സിലാവത്തില്ല. നിങ്ങളുടെ പ്രശ്നമൊന്നും എനിക്ക് മനസ്സിലാവത്തില്ല. ഞാൻ അതിനെ എങ്ങനെ കാണും? പുറത്ത് നിന്നിട്ട് മാത്രമേ അതിനെ വീക്ഷിക്കാനോ മനസ്സിലാക്കാനോ പറ്റത്തുള്ളൂ. എന്നാൽ ഇതേ അനുഭവങ്ങൾ എനിക്കുണ്ടെങ്കിൽ, ഇതേ പ്രശ്നങ്ങൾ എനിക്കുണ്ടെങ്കിൽ, നിങ്ങളിത് വന്ന് പറയുമ്പം എനിക്കത് മനസ്സിലാവും, എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇതേ പ്രോബ്ലം ഞാനും ഫേസ് ചെയ്യുന്നുണ്ട്, ഇതേ പ്രശ്നം അതിൻ്റെ അതേ ഇതിലല്ലെങ്കിലും ചില ലിമിറ്റഡ് മേഖലകളിൽ ഞാനും അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ എനിക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങളുടെ കൂടെ ഒരു സഹോദരനാണ്, ഞാൻ പേര് പറയുന്നില്ല. ചില ദുഃഖങ്ങളുള്ള മക്കളെ കാണുമ്പം ഞാൻ പെട്ടെന്ന് അവനെ ഏൽപ്പിക്കും. ഞങ്ങളുടെ യൂത്തിൽ ഞങ്ങളുടെ ഒരു സഹോദരൻ ചില മേഖല, പ്രത്യേകിച്ച് ചെറുപ്പത്തിൽ തന്നെ മുറിവേറ്റ അവസ്ഥ, ഒത്തിരി ആഴത്തിൽ മുറിവേറ്റ അവസ്ഥയുള്ള ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ അവനെ വിളിക്കും, എടാ നീ വന്നേ, ഇവനെ ഒന്ന് ടേക്ക് കെയർ ചെയ്തേ. ഞാൻ വേറെ ഒന്നും പറയില്ല അവൻ്റെ അടുത്ത്, നീ ഇവൻ്റെ അടുത്തൊന്ന് സംസാരിച്ച്, നീ ഇവൻ്റെ അടുത്തൊന്ന് കുറച്ച് നേരം ഒന്ന് സംസാരിക്കുക. ഞാൻ വെറുതെ പറഞ്ഞു വിടും. ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഈ പോയവൻ വളരെ സന്തോഷമായിട്ട് വരും. ഞാൻ പറയും, എടാ നമ്പർ വാങ്ങി ഒന്ന് ഫോളോ അപ്പ് ചെയ്യണേന്ന് പറയും. വേറൊന്നുമില്ല, ജനിച്ചു വീണപ്പോൾ തുടങ്ങി മുറിവുകളുള്ളൊരു പയ്യൻ്റെ അടുത്തേക്ക് ഞാൻ ആരെ കൊടുത്തേ? ഈ പയ്യനെ കൊടുത്തേ. അവൻ ജീസസ് വിഷനിൽ വരുന്നത് വരെ, ദൈവത്തെ അറിയുന്നത് വരെ മുറിവുകളിലൂടെ മാത്രം ജീവിച്ചൊരു വ്യക്തിയാണ്. കാരണം ജനിച്ചു കുറച്ചു കാലം കഴിഞ്ഞപ്പം, അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുൻപേ ഭൂമിയിലേക്ക് അമ്മയുടെ ഉദരത്തിൽ നിന്നും പുറന്നു വീഴുന്നതിന് മുൻപേ അപ്പൻ ഉപേക്ഷിച്ചവനാ, അപ്പനാൽ ഉപേക്ഷിക്കപ്പെട്ടവനാ. വീണ്ടും അങ്ങോട്ട് ഒരു 1000കണക്കിന് പ്രശ്നങ്ങളിലൂടെ നടന്നു പോയവനാ. അവൻ്റെ പേഴ്സണൽ പ്രശ്നങ്ങൾ സത്യം പറഞ്ഞാൽ 1-2 പേർക്ക് മാത്രമേ പേഴ്സണലി അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ല. അത്രയും അധികം മുറിവുകളിലൂടെ നടന്നു പോയവനാ. പക്ഷെ ക്രിസ്തുവിൽ അവൻ ശക്തനാ. യേശുവിലേക്ക് വന്നപ്പം അവൻ ശക്തനാ. അവൻ്റെ കയ്യിൽ അതിനേക്കാൾ ചെറിയ മുറിവുള്ളവനെ, ഒരു കുഞ്ഞു മുറിവുള്ളവനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഹീലാ, വളരെ ഈസിയാ. വേറൊന്നും ഉണ്ട്, അവനറിയാം. കാരണം അവൻ അനുഭവിച്ച വേദനകളുടെ ഒരു ലിമിറ്റഡ് സാധനങ്ങളായിരിക്കും ഈ കുഞ്ഞ് അനുഭവിച്ചത്. ഇവന് പെട്ടെന്ന് അവനെ ആശ്വസിപ്പിക്കാൻ പറ്റും, അവന് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈസി ആയിട്ട് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു കൊടുക്കാൻ അവന് ഈസിയാണ്. ഞാൻ പെട്ടെന്ന് അവനെ ഏൽപ്പിക്കും. എനിക്കറിയാം ഇത് ഇവൻ്റെ കരങ്ങളിൽ ഭദ്രമാണ്, ദൈവം നോക്കിക്കോളും ബാക്കിയുള്ള കാര്യങ്ങൾ. നമ്മൾ അവനെ ഏൽപ്പിച്ചു കൊടുക്കും, പിന്നീട് അവൻ ഫോളോ ചെയ്യും. ദൈവം പലപ്പോഴായിട്ട് പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ മേഖലകളിൽ. ഇവിടെ വചനം പറയുക, ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സ്വാന്തനം. ദൈവം ഇവിടെ ഞങ്ങൾ എന്ന് പറയുന്ന ആരെയാ? അപ്പസ്തോലന്മാര്. പൗലോസാകാം, പൗലോസിന്റെ കൂടെയുള്ള സീലാസോ അല്ലെങ്കിൽ ബർണോ, അങ്ങനെ ആ പൗലോസിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ലൂക്കയും ആ അപ്പസ്തോലന്മാരുടെ ഗണം. അപ്പൊ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ, വേദനകൾ, ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികളുള്ള ഈ വേദനകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിന്. അതായത് നാളെ ഒരു ദുഃഖം വന്ന ഒരാൾ പറയുമ്പം, നാളെ ഒരു വേദന വന്ന ഒരാൾ പറയുമ്പം, ഒരു പ്രതിസന്ധി വന്ന ഒരാൾ പറയുമ്പം അവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ എന്ത് വേണം? ശക്തരാകണം. ലവൻ വന്നിട്ട് സങ്കടം പറയുക, ഞാൻ അതിൻ്റെ കൂടെ ഇരുന്ന് കരയുക, എന്ത് സംഭവിക്കും? അതെ തന്നെ. ഞാൻ ആ ഉദാഹരണം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും വന്നു ഒലയ്ക്ക് ചെന്ന് മന്ദളത്തോട് ദുഃഖം പറയുന്ന പോലെ ഇരിക്കും. പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല അല്ലേ? ഞാൻ അനുഭവിക്കുക ഈ ദുഃഖം, ഈ സങ്കടം, ഈ വേദന. അപ്പോൾ വേറൊരുത്തും വന്നിട്ട് എന്നോട് പറയുക ഇതേ ദുഃഖം, നമുക്ക് 2 പേരും കൂടി ഒരുമിച്ച് കുറച്ചു നേരം ദുഃഖിക്കാന്ന് പറഞ്ഞിട്ട് ഇവന്മാരെവിടെ പോവും? പണ്ടൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ബാറിൽ പോവുക, അങ്ങനെയുള്ള പരിപാടികളായിരുന്നു സ്ഥിരം സംഭവിക്കുന്നത്. കാരണം കൂട്ടുകാരന്മാർ ഈ പണ്ട് സ്ഥിരമായിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിക്കുമ്പോൾ എപ്പോഴും പറയും, ചേട്ടാ കല്യാണം കഴിക്കാൻ വലിയ താല്പര്യമില്ല. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിനക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തത്? എൻ്റെ ചേട്ടന്മാരെയും അനിയന്മാരെയും പലരും കെട്ടിപ്പോയിട്ടുണ്ട്, ഇവന്മാരൊക്കെ വിദേശത്താണ്, ഇവന്മാരൊക്കെ ആഴ്ചയിൽ എന്നെ സ്നേഹവും
സ്നേഹ ഉപദേശത്തിന് വേണ്ടി എന്നെ വിളിക്കും. യുവന്മാർ മുഴുവൻ പറയുന്നത് ഭാര്യമാരുടെ കുറ്റമാണ്. ഞാൻ പിന്നെ യുവന്മാരൊക്കെ ആശ്വസിപ്പിച്ച് വിടും. ഇപ്പം ഇത് കേട്ട് 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 കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ചേട്ടാ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ഇത് കേൾക്കാതിരിക്കുക, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ജീവിതത്തിൽ സംഭവിക്കാനുള്ളത് വരും, നീ പേടിക്കണ്ട. വരാനുള്ള മാറണം എപ്പോഴെങ്കിലും നിൻ്റെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഇപ്പം എന്ത് പറയാൻ എന്ന് പറയുന്ന പോലെ ഈ ഒലക്ക ചെന്ന് മന്ദളത്തോട് തൻ്റെ സങ്കടങ്ങൾ പറഞ്ഞാൽ ഇത് രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഒരു ദൈവ പൈതലിനെ അതേ പ്രതിസന്ധിയിൽ ദൈവം ആശ്വസിപ്പിച്ച് സമാശ്വസിപ്പിച്ച് അതിൻ്റെ സൊല്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവനെയും ആശ്വസിപ്പിക്കാൻ പറ്റും. എന്നാൽ ഈ പ്രശ്നം നമ്മുടെ മുമ്പിൽ വരണം. പ്രശ്നം വന്ന് അതിലൊരു ആശ്വാസം അവൻ കണ്ടെത്തിയാലേ വരുന്നവനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. റൈറ്റ് അല്ലേ? ഇനി നിങ്ങൾ ആ വചനം ഒന്ന് വായിച്ചു നോക്കി, നിങ്ങൾക്ക് ആ വചനത്തിൻ്റെ ആശയം വ്യക്തമായിട്ട് മനസ്സിലാവും. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ, അതായത് ദൈവം ആർക്ക് സ്വാതന്ത്ര്യം നൽകി? പൗലോസിന്, അപ്പസ്തോലന്മാർക്ക് അവരുടെ പ്രതിസന്ധികളിൽ ദൈവം എന്ത് ചെയ്തു? ചേർത്ത് പിടിച്ചു. ഒരു സ്വാന്തനമായി ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങളെ ദൈവം എന്ത് ചെയ്തു? ശക്തരാക്കി. അങ്ങനെ ശക്തരാക്കാൻ ദൈവം എന്ത് ചെയ്തു? ചില പ്രതിസന്ധിയിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിട്ടു, ചില പ്രതികൂലങ്ങളിൽ ദൈവം ഞങ്ങളെ പറഞ്ഞു വിട്ടു. വീണ്ടും താഴോട്ട് വായിക്കുമ്പം, ഞങ്ങൾ ദൈവത്തിൽ നിന്നും അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിന് അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിച്ചു. എല്ലാ ക്ലേശങ്ങളിലും ആശ്വസിപ്പിച്ചു. അപ്പൊ ക്ലേശങ്ങൾ എന്തുണ്ട്? ആർക്കുണ്ട്? അപ്പസ്തോലന്മാർക്കുണ്ട്. അപ്പസ്തോലന്മാർക്ക് ഇതേ ക്ലേശങ്ങളുണ്ട്. ആ ക്ലേശം വന്നിട്ടല്ലേ ദൈവത്തിനെ ആശ്വസിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ദൈവം ചില ക്ലേശങ്ങൾ അവർക്ക് വിട്ടുകൊടുത്തു, ചില ക്ലേശങ്ങൾക്ക് അവരെ വിട്ടുകൊടുത്തു. ആ ക്ലേശങ്ങളിൽ ദൈവം എന്ത് ചെയ്തു? ആശ്വാസം പകർന്നു, സാന്ത്വനം തന്നു. ഇപ്പോ അപ്പസ്തോലനായ പൗലോസിനെ ഉറപ്പിച്ച് പറയാൻ പറ്റും, നിന്റെ പ്രശ്നം മാറും, നിന്റെ പ്രതിസന്ധി മാറും, നിന്റെ കടബാധ്യത ദൈവം എടുത്തു മാറ്റും, നിന്റെ വിവാഹം ദൈവം നടത്തി തരും, നിന്റെ വിദ്യാഭ്യാസത്തിന്റെ തടസ്സങ്ങൾ ദൈവം എടുത്തു മാറ്റും. കാരണം ഈ മേഖല ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഈ പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം പ്രവർത്തിക്കുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായി നിന്നോട് പറയാൻ പറ്റും, ദൈവം പ്രവർത്തിക്കും. ഇങ്ങനെയല്ലേ അപ്പോസ്തലന്മാർ ചെയ്യാൻ പറ്റുന്നത്? അല്ല, ഇത് തന്നെയല്ലേ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്? അടുത്ത വാക്യം വായിച്ചു, 5-ാം വാക്യം. ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു. ഞങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ സമാശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണ്. ഞങ്ങൾ എന്തെങ്കിലും ക്ലേശങ്ങളോ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവം അത് ഞങ്ങൾക്ക് വിട്ടു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെയും ആശ്വസിപ്പിക്കേണ്ടതിനാ, നിങ്ങളെയും അനുഗ്രഹിക്കേണ്ടതിനാ, നിങ്ങളുടെ പ്രശ്നം മാറേണ്ടതിനാ. ദൈവത്തിന് പലതും നിങ്ങളിലൂടെ പ്രവർത്തിക്കാനുണ്ട്. ഒരമ്മച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞതാ, അത് പുകഴ്ത്തലാണോ നന്മയാണോന്നൊന്നും അറിഞ്ഞില്ല, എടാ വൃത്തിയായിട്ട കുടിയാ, നിനക്ക് മാറാൻ പറ്റുമെങ്കിൽ എൻ്റെ മോനെ മാറ്റാൻ പറ്റും, എൻ്റെ മോൻ്റെ നമ്പർ തരട്ടെ, ഒന്ന് വിളിക്കുമെന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചതാ. ഞാൻ പറഞ്ഞു, ഇത്രയും നല്ലതാണോ? എടാ വൃത്തിയായിട്ട കുടിയാതെ എന്നോട്. ഞാൻ പറഞ്ഞു, ആൻറ്റി കുടിയൊക്കെ നിർത്തിയിട്ട് 10-15 വർഷമായി. ആൻറ്റി പറയാം, ഇത്രയും വൃത്തികെട്ടവനായി നിനക്ക് മാറാൻ പറ്റുമെങ്കിൽ എൻ്റെ മോൻ അത്രയും മോശമൊന്നുമല്ലടാ, കുറച്ചും കൂടി നല്ലവനാണ്, അവരൊന്ന് മാറ്റാൻ, ഒന്ന് വിളിക്കാൻ, ഈ നമ്പർ ഒന്ന് എടുക്കാൻ. ഞാൻ പറഞ്ഞു, അപ്പം തന്നെ വാത്താ വേണ്ട, ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. അപ്പം തന്നെ നമ്പർ വാങ്ങിച്ചു. കാരണം അവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ ജീവിതം പലർക്കും അവർക്ക് ചിലപ്പം ടച്ച് ചെയ്തിട്ടുണ്ടാകാം. അതായിരിക്കാം പിശാച് ചിലരുടെ ജീവിതത്തെ തകർത്തുമ്പോൾ, ചില ജീവിതങ്ങളെ നശിപ്പിക്കുമ്പോൾ അതിനെ ആശ്വസിപ്പിക്കാൻ, അതിനെ വിടുവിക്കുവാൻ ദൈവം പലപ്പോഴായി സുവിശേഷകരെ, ദൈവ പൈതലിനെ പല അനുഭവങ്ങളിലൂടെ കൊണ്ടുപോകും, പല മേഖലകളിലൂടെ കൊണ്ടുപോകും. ഞാൻ ജീസസ് മിഷനിൽ വന്ന നിമിഷം ആദ്യമായി ഞാൻ കേട്ട പ്രവചനം എന്നെ അനുഗ്രഹിക്കും എന്നുള്ള പ്രവചനമാണ്. 6-ാമത്തെ മാസം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്തു. 6 മാസം നീ കർത്താവിനെ കൂടെ എന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. 6-ാമത്തെ മാസം ഞാൻ ആ അനുഗ്രഹം കണ്ടു. അതായത് ഒരു ചെറിയ സ്റ്റുഡിയോയിൽ നിന്നും വളരെ നല്ല ഒരു ഓഫീസിലേക്ക്, ഒരു ചെറിയ ഒറ്റ സ്റ്റാഫും ഒരു കുഞ്ഞു കമ്പ്യൂട്ടറിൽ നിന്നും ഒരു ഒന്നിനും കൊള്ളാത്ത ഒരു ചെറിയ റൂമിൽ നിന്നും ദൈവം എന്നെ അനുഗ്രഹിച്ച് ഒരു 10,500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഓഫീസിലേക്ക് ഒരു 5-6 സ്റ്റാഫുള്ള നല്ല ഒരു ഓഫീസിലേക്ക് ദൈവം എന്നെ മാറ്റി. 6 മാസം കൊണ്ട് ദൈവം അനുഗ്രഹിച്ചു. പിന്നീടുള്ള 7 വർഷം അനുഗ്രഹത്തിൻ്റെ വലിയ മേഖലകളായിരുന്നു, ഒന്നിനും കുറവില്ലായിരുന്നു. നല്ല കാറ്, നല്ല അനുഗ്രഹങ്ങൾ, ഒരു പ്രശ്നവുമില്ല, എല്ലാം സന്തോഷം, സുഖം, അനുഗ്രഹം, ഓക്കെ അടിപൊളി. പക്ഷെ 7-ാം വർഷത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് ബ്രദർ ഒരു മെസ്സേജ് വന്നു, ഇനി അങ്ങോട്ട് പട്ടിണിയുടെ കാലഘട്ടമാണ്, നീ ഒരു ഷർട്ട് വാങ്ങാൻ കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നു, സ്വന്തമായി ഒരു ഷർട്ട് വാങ്ങാൻ നീ മുന്നോട്ട് പോകുന്ന പ്രതിസന്ധി ഞാൻ കാണുന്നു. അപ്പം ഞാനിത് ആലോചിക്കുമ്പോൾ, ഞാൻ അന്നാണെങ്കിൽ
എനിക്കൊരു അബദ്ധം പറ്റുകയും ചെയ്തു. അതായത് ഞാനും ബ്രദറും കൂടി എറണാകുളം വരെ പോയി. എറണാകുളത്ത് നിന്ന് തിരിച്ചു വന്നപ്പം എൻ്റെ ഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത സ്ഥലത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് വാങ്ങാനായിട്ട് ഞാൻ പോയി. അപ്പോൾ ബ്രദർ കാറിലിരിക്കുന്നുണ്ട്, ഞാൻ അകത്ത് കയറി. അന്നത്തെ ബില്ല് ഞാൻ പറയുന്നില്ല, നല്ലൊരു എമൗണ്ടാണ്. എന്തായാലും 5000-ന് മുകളിൽ, കൃത്യമായിട്ട് പറയുന്നില്ല, നല്ലൊരു എമൗണ്ടാണ്. ഞാനവിടെ ചെന്ന് ഗൂഗിൾ പേ ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ നെറ്റിൽ എന്തോ എററായി, എൻ്റെ ബാങ്ക് എററായി. ഞാൻ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദറെ ഗൂഗിൾ പേ ആണോ അതേ കാർഡ് സ്വൈപ്പിംഗ് ആണോ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്തോ സംഭവം. എന്തായാലും എൻ്റെ സംഭവം എററായിരുന്നു. കാർഡാണോ ഗൂഗിൾ പേ ആണോ എന്നറിയില്ല, ക്യാഷ് ആയിട്ട് എൻ്റെ കയ്യിലില്ല. എന്തായാലും സംഭവം എററായി, അത് നടക്കുന്നില്ല. ഞാൻ അകത്ത് വന്നിട്ട് കാറിൽ വന്നിട്ട്, ബ്രദറെ കാർഡൊന്ന് തരുമോ? ബ്രദർ കാർഡ് വന്നു. ഞാൻ ബ്രദറിൻ്റെ കാർഡ് എടുത്തുകൊണ്ട് പോയി നേരെ സ്വൈപ്പ് ചെയ്തു. ബില്ലും വന്നു. ഞാൻ ആ കാർഡും ആ സ്ലിപ്പും കൂടി കൊണ്ടുവന്ന് കൊടുത്തു. ഒരു ചെറിയ കവർ കൊണ്ടുവന്ന് അകത്ത് വെച്ചു. അപ്പോൾ ബ്രദർ നോക്കി, എന്തുവാടാ? അത് 2 ഷർട്ടും ഒരു പാൻറ്റുമാണെന്ന് പറഞ്ഞു. ഓക്കെ മോനെന്ന് പറഞ്ഞു. എന്നിട്ട് ബ്രദർ ആ സ്ലിപ്പ് എടുത്ത് നോക്കി, ബില്ല് കണ്ടിട്ട് എന്നെ ഒരു നോട്ടം നോക്കി, എന്തുവാടാ അത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ഷർട്ടും പാൻറ്റിൻ്റെയും ബില്ലാണെന്ന് പറഞ്ഞു. അപ്പോൾ ചെറുതൊന്നും ഇട്ടാൽ പിള്ളേക്ക് തികയില്ലല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒരു കളി തമാശ, അല്ല ബ്രദറെ, നമ്മൾ ഈ നല്ല ആളുകളുടെ അടുത്തൊക്കെ പോകുമ്പോൾ നല്ലതൊക്കെ ഇടണ്ടെന്നൊക്കെ പറഞ്ഞൊരു ന്യായമൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഓക്കെ. ഇത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ബ്രദർ എന്നോട് പറയുന്നത്, നല്ല ഷർട്ട് വാങ്ങാൻ നീ കഷ്ടപ്പെടുന്നൊരവസ്ഥ, 500 രൂപയുടെ ഒരു ഷർട്ട് തികച്ചു വാങ്ങാൻ പ്രതിസന്ധി നിൻ്റെ ജീവിതത്തിൽ വരുന്നതായിട്ട് ദൈവം കാണുന്നു. അപ്പം ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ ഞാൻ ഉള്ളിൽ ചിന്തിക്കുക, അന്ന് ആ ബില്ല് വാങ്ങണ്ടായിരുന്നു. പിറ്റേ ദിവസം എറണാകുളം വരെ പോയിട്ട് എൻ്റെ കാർഡ് കൊണ്ട് തന്നെ വാങ്ങിയതായിരുന്നു. ഇതിപ്പോൾ അത്രയും കാശ് കൊണ്ട് ഷർട്ട് വാങ്ങിയതിന് എന്നെ ഉപദേശിക്കാൻ പറ്റാത്തത് കൊണ്ട് ബ്രദർ വളഞ്ഞ വഴി കൂടെ പറയുന്നതായിരിക്കാം എന്നൊരു ചിന്ത. നമ്മളങ്ങനെയുള്ള മനുഷ്യരാണ്, സ്വാഭാവികമായിട്ടും നമുക്ക് ആദ്യം വരുന്ന സാധനം ഇതാണ്. അപ്പോൾ ഞാനിതിങ്ങനെ ചിന്തിച്ചു. പക്ഷേ ജീവിതത്തിലെ അനുഭവത്തിൽ ഞാനിത് കണ്ടു. ഞാനിത് പിന്നീട് ഈ കഴിഞ്ഞ 6.5 വർഷം ഞാനത് അനുഭവിച്ചു എന്നുള്ളത് സത്യം. ഒരു 500 രൂപയുടെ ഷർട്ട് തികച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു എൻ്റെ ജീവിതത്തിൽ. അത്രയും വലിയ പ്രതികൂലങ്ങളുടെ ദൈവം നടത്തി, അനേക പ്രതിസന്ധികളുടെ ദൈവം നടത്തി. എനിക്ക് ജീവിതത്തിൽ പറയാൻ പറ്റാത്ത പ്രശ്നങ്ങളിലൂടെ ദൈവം നടത്തി. പല മേഖലകൾ അനുഭവിച്ച് മുന്നോട്ട് പോയ ചില മേഖലകൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. പക്ഷെ ഇപ്പോൾ എനിക്കൊരു കാര്യം അഭിമാനത്തോടെ പറയാം, ദൈവം ഇപ്പം നമ്മളെ നടത്തുന്നു, ദൈവം അനുഗ്രഹിക്കുന്നു. പലവിധ കാര്യങ്ങളിലൂടെ ദൈവം നടത്തുമ്പോൾ ഒരു കാര്യം അഭിമാനത്തോടെ പറയാൻ പറ്റും, ദൈവം നിങ്ങളെ ഉയർത്തും, ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും. കാരണം ഇതേ അനുഭവമുള്ള ഒരുവൻ വന്നും പറയുമ്പോൾ, ഒരു 500 രൂപയുടെ ഷർട്ട് വാങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പം അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ആ അനുഭവത്തിലൂടെ പോയേ പറ്റൂ, ഞാൻ ആ പ്രതിസന്ധിയിലൂടെ പോയേ പറ്റൂ. അതിനു മുമ്പ് പലവിധ കാര്യങ്ങളിലൂടെ ദൈവം നടത്തിയ കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിലുണ്ട്, എൻ്റെ പേഴ്സണൽ ലൈഫിൽ, ദൈവത്തെ അറിയാത്ത കാലത്ത് പോലും. പക്ഷേ ഇപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഒരു ദൈവ പൈതലിന് ദൈവത്തിൽ ആശ്രയിച്ചാൽ അനുഗ്രഹമുണ്ട്. ഇത് ഞാൻ അനേക സന്ദർഭങ്ങളിൽ ഞാൻ കണ്ടു. കാരണം ഇത് പറഞ്ഞ് 2019 ദൈവം എന്നോട്, ശിവബ്രദറിനോട് ഇത് പറഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങോട്ട് 2020 ഏകദേശം കോടികളുടെ കടവുമായിട്ടാണ് ഞാൻ ബ്രദറിന് മുമ്പിൽ പിന്നെ ചെല്ലുന്നത്. അതായത് കോടികളുടെ ബിസിനസ് നടത്തിയവൻ ഒറ്റ രാത്രി കൊണ്ട്, കൊറോണയുടെ ഒറ്റ രാത്രി കൊണ്ട്, ലോക്ക്ഡൗൺ ആയ ഒറ്റ രാത്രി കൊണ്ട് പിന്നീട് അങ്ങോട്ട് കോടികളുടെ കടത്തിൻ്റെ ലിസ്റ്റുമായിട്ടാണ് ചെല്ലുന്നത്. പക്ഷെ ഇന്ന് ദൈവം അധ്വാനത്തിൻ്റെ ഫലം കൊണ്ട്, അതായത് നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് തന്നെ, ആരെയും മുമ്പിൽ കൈ നീട്ടിയിട്ടല്ല, അല്ലാതെ വേറൊരു സംഭവം ചെയ്തിട്ടല്ല, ആരെയും പറ്റിച്ചും സുവിശേഷം പറഞ്ഞ് കാശുണ്ടാക്കിയിട്ടുമല്ല, നമ്മളിപ്പോൾ യൂട്യൂബിൽ കമൻറ്റ് പറയുന്ന പോലെ പണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് വരെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടല്ല, ദൈവം അനുഗ്രഹിച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റി, ഈ കടങ്ങൾ ദൈവം മാറ്റുന്നത് ഞാൻ കണ്ടു, ഞാൻ അനുഭവിച്ചു. അപ്പം എനിക്ക് ഇന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റും, ദൈവം അനുഗ്രഹിക്കും. വീണ്ടും ആ വാക്യം ഒന്ന് വായിച്ചേ, 6-ാം വാക്യം. ഞങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ സമാശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടി, ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ സഹിക്കുന്ന പീഡകൾ തന്നെ നിങ്ങൾ ക്ഷമയോടെ സഹിക്കുന്നതിന് നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഞങ്ങൾക്ക് നിങ്ങളിൽ ഉറച്ച പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ ക്ലേശങ്ങളിൽ നിങ്ങൾ പങ്കുചേർന്നത് പോലെ ഞങ്ങളുടെ സമാശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുമെന്ന് ഞങ്ങൾക്കറിയാം. സഹോദരരെ, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച, ഇനി അങ്ങോട്ട് ഏഷ്യയിൽ അനുഭവിച്ച ആത്മീയ പ്രതിസന്ധികളെ കുറിച്ചാണ് ആര് പറയുന്നത്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഏഷ്യയിൽ പലവിധ സുവിശേഷത്തിന് വേണ്ടി വന്നപ്പോൾ ഉണ്ടായ ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നടന്ന അവസ്ഥകളെയാണ് ഇവിടെ അപ്പോസ്തലൻ എടുത്തു വയ്ക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന.
യേശുവെ സ്തുതിക്കുന്നു, യേശുവെ മഹത്വപ്പെടുത്തുന്നു. എനിക്കിപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് ഏതൊരു വ്യക്തിയും, അതായത് ഇപ്പോൾ കഴിഞ്ഞ ക്യാമ്പിന്, ഈ കഴിഞ്ഞല്ല അതിന് തൊട്ട് മുമ്പത്തെ ക്യാമ്പിന് ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ 1 കോടി രൂപ കടവാ, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി. ഞാൻ പറഞ്ഞു, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ വിടുവിക്കും. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു, ഞാൻ വേറൊന്നും പറഞ്ഞില്ല. ആകെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന 1-2 സിറ്റുവേഷൻസ് പറഞ്ഞു, ചില അനുഭവങ്ങൾ, ദൈവം പ്രവർത്തിച്ച ചില മേഖലകൾ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ അവസാനം ആൾ എന്നോട് പേഴ്സണലി പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഇത്രയും വലിയ പ്രതിസന്ധിയിൽ നിന്ന് ദൈവത്തിന് മാറ്റാൻ പറ്റുമെങ്കിൽ എന്നെ മാറ്റാം ദൈവത്തിന്. എനിക്കും ഉറപ്പുണ്ട്, എനിക്കും പ്രത്യാശയുണ്ട്. ബ്രദറെ ഞാൻ ഇടയ്ക്ക് വിളിക്കും, ഒത്തിരി നേരം ഒന്നും ശല്യപ്പെടുത്തില്ല, ചിലപ്പോൾ 1 മിനിറ്റ്, ചിലപ്പോൾ 2 മിനിറ്റ്, ഫോണൊന്നും എടുക്കണേ. എനിക്ക് ആശ്വാസമില്ലാതെ വരുമ്പം, അതായത് കടക്കാർ 4 വഴിക്കൊന്നും വിളിക്കുമ്പം ഒട്ടും പറ്റാതെ വരുമ്പോൾ മാത്രമാണ് ഞാൻ നിങ്ങളെ വിളിക്കത്തുള്ളൂ, അല്ലാതെ ഞാൻ വിളിക്കില്ല. അപ്പോൾ ഒന്ന് കോൾ എടുക്കണം, വേറെ ഒന്നും വേണ്ട, 2 മിനിറ്റ് സംസാരിച്ചാൽ മതി, എനിക്കൊരു ആശ്വാസം കിട്ടും. എനിക്കിപ്പോൾ കിട്ടൊരു ആശ്വാസം എനിക്ക് കിട്ടും, എനിക്കത് മതി, ബാക്കി ദൈവം ചെയ്യും. ഇത് അദ്ദേഹം എന്നോട് പേഴ്സണലി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞപ്പം എനിക്കൊരു കാര്യം ഉറപ്പായി, ദൈവം ചില പ്രതിസന്ധികളോടെ നമ്മളെ നടത്താൻ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഒരു ശക്തമായ പദ്ധതിയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു.